മെഡിക്കൽ പ്രോട്ടീൻ പൗഡറുകളിൽ വിഷാംശം. മെഷ് പഠന റിപ്പോർട്ട് ആശങ്ക ഉയർത്തുന്നു. ചികിത്സാ ആവശ്യത്തിനായി വിപണിയിൽ ലഭ്യമായ മെഡിക്കൽ പ്രോട്ടീൻ പൗഡറുകളിൽ അപകടകരമായ ഖനലോഹങ്ങളും വിഷാംശങ്ങളും കണ്ടെത്തിയതായി മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ നടത്തിയ പഠന റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ദേശീയ അന്തർദേശീയ ആരോഗ്യ വിദഗ്ധരുടെ കൂട്ടായ്മയായ മെഷ് നടത്തിയ പഠനത്തിൽ 38% മെഡിക്കൽ പ്രോട്ടീൻ പൗഡറുകളിലും ചെമ്പ് എന്നിവയുടെ അംശം കൂടുതലാണെന്ന് കണ്ടെത്തി. വിപണിയിലെ പ്രധാനപ്പെട്ട 34 ഇനം മെഡിക്കൽ ഫിറ്റ്നസ് പ്രോട്ടീൻ പൗഡറുകളെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിലാണ് കണ്ടെത്തൽ. കരൾ വൃക്ക രോഗങ്ങളുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നതാണ് മെഡിക്കൽ പ്രോട്ടീൻ. ശരീര സൗന്ദര്യ വർധനയ്ക്കായി ഉപയോഗിക്കുന്നത് ഫിറ്റ്നസ് പ്രോട്ടീനാണ്. മെഡിക്കൽ പ്രോട്ടീനുകളിൽ 11% അപകടകരമായ ഫംഗസുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഫിറ്റ്നസ് പ്രോട്ടീനുകളിൽ ഇത്തരം ഫംഗസ് ഇല്ലെന്ന് പഠനം വ്യക്തമാക്കുന്നു. കരൾ രോഗമുള്ള ഒരാൾക്ക് ദിവസം 300 ഗ്രാം പ്രോട്ടീൻ ലഭിക്കാൻ 250 ഗ്രാം മെഡിക്കൽ പ്രോട്ടീൻ കഴിക്കേണ്ടി വരും. ഇതിന് മാസം 11,000 മുതൽ 15,000 രൂപ വരെ ചെലവാകും. ഫിറ്റ്നസ് പ്രോട്ടീൻ ആണെങ്കിൽ ചെലവ് ഏകദേശം 4,300 രൂപയോളം വരും. മറ്റ് പ്രധാന കണ്ടെത്തലുകളിൽ മെഡിക്കൽ പ്രോട്ടീൻ പൗഡറുകളിൽ 100 ഗ്രാമിൽ വെറും 10 മുതൽ 45 ഗ്രാം മാത്രമേ പ്രോട്ടീൻ ഉള്ളൂ. ഫിറ്റ്നസ് പ്രോട്ടീനുകളിൽ ഇത് 60 മുതൽ 90 ഗ്രാം വരെ നിലവാരത്തിലുണ്ട്. അമിനോ ആസിഡുകളുടെ ഗുണനിലവാരം വളരെ കുറവാണ്. 11% മെഡിക്കൽ പൗഡറുകളിലും സ്റ്റിറോയിഡ് ഹോർമോണായ പ്രൊജസ്ട്രോൺ കണ്ടെത്തി. ഫിറ്റ്നസ് പ്രോട്ടീനുകളിൽ ഇത് 6%. 44% മെഡിക്കൽ പ്രോട്ടീനുകളിൽ സുക്രോസ് ചേർത്തിട്ടുണ്ട്. ഗുണകരമല്ലാത്ത ഫ്രക്ടോസ് 33% മെഡിക്കൽ പ്രോട്ടീനുകളിൽ കണ്ടെത്തി. 89% കമ്പനികളും കൂടുതൽ പ്രോട്ടീൻ ഉണ്ടെന്ന് കാണിക്കാൻ വില കുറഞ്ഞ ടോറിൻ ചേർക്കുന്നുവെന്ന് പഠനം വ്യക്തമാക്കുന്നു. ഡോക്ടർ അബി ഫിലിപ്പ്, ഡോക്ടർ ടി ആരിഫ് ഹുസൈൻ, ഡോക്ടർ ആര്യലക്ഷ്മി, ശ്രീമോഹൻ, ഡോക്ടർ അമ്പിളി ബേബി, ഡോക്ടർ ഷൈൻസ് മോൻ എന്നിവരടങ്ങിയ സംഘമാണ് ക്ലിനിക്കൽ പഠനം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.